ഹായ്, എൻ്റെ ഒരു സങ്കീർത്തനാണ്. എൻ്റെ വീട് പാലക്കാടാണ്. +2 കഴിഞ്ഞിരിക്കുന്ന ടൈമിലാണ് എനിക്ക് നേഴ്സിങ്ങിനെ പറ്റി ഒരു ഇത് വന്നത്. അപ്പോൾ ഞാൻ ആദ്യം ബാംഗ്ലൂരാണ് അന്വേഷിച്ചത്. അപ്പോൾ ഒരു കോളേജ് റെഡി ആയായിരുന്നു, പക്ഷേ അവിടെ പോയപ്പോൾ എനിക്ക് ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ സമയത്താണ് ബിജു ഏട്ടൻ, ഹൈറൻ കെയറിൻ്റെ ബിജു ഏട്ടൻ നാട്ടിലോട്ട് വന്നത്. അപ്പോൾ എൻ്റെ റിലേറ്റീവാണ്. അപ്പോൾ മൂപ്പര് ഒരു ദിവസം വീട്ടിലോട്ട് വന്നായിരുന്നു. എന്നിട്ട് പറഞ്ഞു ജർമ്മനിയിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നേഴ്സിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ മൂപ്പര് പറഞ്ഞു. അപ്പോൾ ആദ്യം ജർമ്മൻ ഭാഷ പാസ്സാവണം. അപ്പോഴാണ് ബിജു ഏട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞത് ഇൻ്റർവ്യൂ ഉണ്ട്, പങ്കെടുക്കണമെന്ന്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ വീട്ടിൽ ലീവിൽ വന്നപ്പോൾ ഒരു മോക്ക് ഇൻ്റർവ്യൂ നടത്തിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ B2 പ്രിപ്പറേഷൻ ടൈമാണ് ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അറ്റസ്റ്റേഷനും എല്ലാം തുടങ്ങിയത്. ആൻസിയം നന്നായിട്ട് ഗൈഡ് ചെയ്തായിരുന്നു ഞങ്ങളെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബിജു ഏട്ടൻ വന്നിട്ട് ഞങ്ങളത് സംസാരിക്കുക, ജർമ്മനിൽ എങ്ങനെയാണ് സംഭവങ്ങൾ, എങ്ങനെയാണ് അവിടെ ആൾക്കാർ ജീവിക്കുന്നത്, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് ബിജു ഏട്ടൻ നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. നാളെ സെപ്റ്റംബർ 30 കഴിഞ്ഞ കൊല്ലം ഏകദേശം 9 മാസം ഞാൻ എൻ്റെ ജർമ്മൻ പഠനത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട്. അതിനുള്ള റിസൾട്ട് നാളെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ അഭിനന്ദ്, ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവൻ്റെ ആ 9 മന്തുള്ള ആ ഒരു ജർമ്മൻ ലേണിംഗ് ജേണീൻ്റെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ളത് ഞാൻ പറയാം. ഇവനെ അച്ചീവ് ചെയ്ത ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. അവൻ നാളെ ഇവിടുന്ന് പോകാൻ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ആൻഡ് ഐ ആം ഗോണ മിസ് ഹിം. ഇതെല്ലാം സാധ്യമാക്കി തന്ന ഹൈറാൻ കെയറിന് താങ്ക് യു ഹൈറാൻ കെയർ, ആൻഡ് ഐ എം റിയലി ഹാപ്പി ഫോർ ഹിം. എൻ്റെ പേര് സുമ എന്നാണ്, സങ്കീർത്തിൻ്റെ അമ്മയാണ്. ഹൈറാൻ കെയറിനെ കുറിച്ച് യൂട്യൂബിൽ കൂടെ അറിയുന്ന വിവരങ്ങളെക്കാട്ടിയും കൂടുതൽ നേരിട്ട് അവനോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ നാട്ടിൽ വന്ന സമയത്ത് ബിജു വീട്ടിൽ വന്നിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞു. ഞങ്ങൾ പിന്നെ ഉപരിപഠനത്തിന് വേണ്ടി മകനെ വിട്ടാക്കി. കറക്റ്റ് 8 മാസം കൊണ്ട് എൻ്റെ കുട്ടി B2 പാസ്സായി വന്നു. പിന്നെ ബിജുവിനെ സമീപിച്ചു. ബിജു ബാക്കി എല്ലാ കാര്യങ്ങളും പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരുന്നു. ഇവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി രണ്ടുപേർക്ക് ലീവ് എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ആൻസിമമ്മും ബിജുവും പറഞ്ഞ നിർദ്ദേശങ്ങളനുസരിച്ചാണ് ഇവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത കുട്ടിയാണ്. കാരണം ഇതിന് മുന്നേ അവൻ ഭയങ്കര മടിയും കാര്യങ്ങളായിരുന്നു. ഈ ഹൈറാൻ കെയറിൻ്റെ സപ്പോർട്ട് കിട്ടിയ പിന്നെ അവൻ എല്ലാ കാര്യങ്ങളും പ്രോസസ്സിങ് കറക്റ്റായി ചെയ്തു വന്നു. അതിലുപരി ഞങ്ങൾക്ക് ബിജു ഞങ്ങളുടെ നാട്ടുകാരനും കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു ബിജുവിൻ്റെ പേരിൽ. പിന്നെ ഞങ്ങൾ ഏത് പാതിരാത്രി വേണമെങ്കിലും എന്ത് സംശയങ്ങൾക്ക് വിളിച്ചാലും ബിജു അപ്പം തന്നെ മറുപടി തരുമായിരുന്നു. പിന്നെ അങ്ങനെ മുമ്പോട്ട് പോയി. ഇനി എൻ്റെ കുട്ടി സെപ്റ്റംബർ 30 ജർമ്മനിയിലോട്ട് പോകാനുള്ള ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്. എൻ്റെ കുട്ടി പോയി നന്നായി വരട്ടെ. പിന്നെ എൻ്റെ കുട്ടി അവിടെ ഉള്ളത് കൊണ്ട് ബിജുവിൻ്റെ കട്ട സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. എൻ്റെ പേര് സുധീഷ്, എൻ്റെ മോനാണ് സങ്കീർത്ത്. എൻ്റെ നാട് പാലക്കാടാണ്. ഞാൻ ഹൈറൻ കെയറിനെ കുറിച്ച് ഒരുപാട് അന്വേഷിച്ചു. ബിജു ഞങ്ങളുടെ നാട്ടുകാരനാണ്. ബിജുവായിട്ട് സമീപിച്ചു. ബിജു പറഞ്ഞു കുഴപ്പമില്ല, ജർമ്മനിയിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഹൈറൻ കെയർ വഴി ജർമ്മനിയിലേക്ക് പോലുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പാവങ്ങൾക്ക് ഉള്ള ഒരു സ്ഥാപനമാണ് ഹൈറൻ കെയർ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹൈറൻ കെയറുകാരെ സമീപിച്ച് ആൻസി മാഡത്തിൻ്റെ നമ്പർ സമീപിച്ച് പോകാനുള്ള കാര്യങ്ങളും ഒരുക്കങ്ങളും എല്ലാം നടത്തിത്തരും അവർ. അങ്ങനെ ഞാൻ ആൻസി മാഡവും ഹൈറൻ കെയറുകാരുടെ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നേഴ്സിംഗ് എന്ന ആഗ്രഹവുമായി പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഹൈറൻ കെയർ ചൂസ് ചെയ്യാവുന്നതാണ്.